ഇന്ന് നമ്മുടെ അടുത്ത വീട്ടുകാർ ചീര കൊടുക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു കെട്ട് ചീര വാങ്ങിച്ചു. ഇന്ന് ഇതാ ഉപ്പേരി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചുവന്ന ചീര ചിലർക്കാരനൊന്നല്ല കേട്ടോ, ഭയങ്കര ആയുർവേദ ഗുണങ്ങളൊക്കെ ഉള്ളതാണ്. അസ്ഥിരോഗങ്ങൾക്കും അതുപോലെ തന്നെ കാഴ്ചയ്ക്കും കുട്ടികൾക്ക് അയണിൻ്റെ കുറവുണ്ടെങ്കിലൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാട്ടോ. അങ്ങനെ നമ്മുടെ പാനൊക്കെ ചൂടായിട്ട് കേട്ടോ. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. കടുകെല്ലാം നന്നായി പൊട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. ചെറുള്ളി ഇട്ട് കൊടുക്കുന്നത് നല്ലതാട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്, കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉള്ളിയെല്ലാം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് ചീരയുടെ തണ്ട ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത്. എന്താ വെച്ചാൽ അതിന് വേവ് കൂടുതലാണല്ലോ. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടച്ച് വെച്ച് വേവിക്കാനുള്ളതുകൊണ്ട്. ഇനി ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം, കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരേൻ്റെ തണ്ടെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി നമുക്ക് ഇലയിട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ വേവിച്ചതിനകത്ത് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ ഇലയിലേക്കും കൂടി ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരപ്പേരി എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ചീരപ്പേരി ആയിട്ടുണ്ട് കേട്ടോ. ചോറും ചീരപ്പേരി അന്നത്തെ സ്പെഷ്യൽ. പിന്നെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് പറയാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ.